ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നഷ്ടത്തിൻ്റെ അപ്ഡേറ്റാണ്. നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ ഇന്നലെയായിരുന്നു 10 വർഷം തികഞ്ഞത്. അദ്ദേഹം നമ്മളെല്ലാം വിട്ടു പോയി. ശരിക്കും പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ നിന്നാണെങ്കിൽ പോലും പക്ഷേ അദ്ദേഹത്തിന് അംഗീകാരങ്ങൾ ഒരുപാട് വാരിക്കൂട്ടിയത് മറ്റു ഭാഷകളിൽ നിന്നാണ്. അദ്ദേഹം ചെയ്യാത്ത ക്യാരക്ടേഴ്സ്, അദ്ദേഹം ചെയ്യാത്ത പല കാര്യങ്ങളും തമിഴും തെലുങ്കും അങ്ങനെ കുറേ അധികം ഇൻഡസ്ട്രിയിൽ അദ്ദേഹം പൂന്ത് വിളയാടി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹം ആ ഒരു വളർന്ന വ്യക്തിയാണ്. എന്നിരുന്നാലും മലയാളത്തിൽ അദ്ദേഹം കുറച്ച് നല്ല നല്ല ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് കിട്ടുകയും അത് വളരെ മനോഹരമായും അല്ലെങ്കിൽ ഒരുപക്ഷെ അത് അദ്ദേഹത്തിനോട് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സിനിമയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മലയാളത്തിൽ അദ്ദേഹം വാസന്തി ലക്ഷ്മിയും കരുമാടിക്കുട്ടൻ, അങ്ങനെ ആകാശത്തിലെ പറവകൾ, അങ്ങനെ കുറേ അധികം സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ അധികം സിനിമകൾ. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലെ ചിലപ്പോൾ ഏറ്റവും വലിയ നാഴികക്കല്ലുകൾ ഒന്നായിരിക്കും ഇത്തരം സിനിമകളൊക്കെ തന്നെ. അതിലൂടെ തന്നെ അനന്തഭദ്രത്തിലുള്ള സിനിമ, ആ ഒരു ക്യാരക്ടർ, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും മലയാളി ചിലപ്പോൾ ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചൊരു സിനിമയായിരുന്നു രാജമാണിക്യത്തിൽ. ഇദ്ദേഹത്തിന് കാസ്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഷെഡ്യൂൾ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ആ ഒരു സിനിമയിൽ ഭാഗമാകാൻ പറ്റിയില്ല. അതിൻ്റെ പകരം വേറൊരു തമിഴ് ആക്ടർ വരികയും അതിനുശേഷം ആ സിനിമ ഗംഭീരമാവുകയും ചെയ്തു. നമ്മൾ അതിൻ്റെ ആ വില്ലൻ എന്ന പേരിൽ ഗംഭീരമാവുകയും ചെയ്തു. പക്ഷേ എന്നാലും പടത്തിൽ യാതൊരു കുഴപ്പമില്ല, സൂപ്പർ ഹിറ്റായിരുന്നു. മമ്മൂട്ടി എന്ന ഒരു പ്രതിഭയുടെ അഴിഞ്ഞാട്ടം നടത്തിയ സിനിമ കൂടിയാണ്. പക്ഷേ അതിലെനിക്ക് പറയുന്നത് മമ്മൂട്ടീൻ്റെ ഒപ്പം തന്നെ കലാഭവൻ മണി ആയിരുന്നെങ്കിൽ വില്ലൻ എന്നെങ്കിൽ ചിലപ്പോൾ അവിടെ കുറച്ചുകൂടി ഹ്യൂമറും കുറച്ചുകൂടി നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയി മാറി തന്നെ എന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. കാരണം നല്ല രസമായിരിക്കും. കാരണം അങ്ങനെയാണ്. അതിനുശേഷമാണ് അൻവർ റഷീദിനെ ആ ഒരു നഷ്ടം നികത്താനായിട്ട് പിന്നെ അദ്ദേഹത്തിന് മറ്റൊരു സിനിമയായിട്ടുള്ള ചോട്ടെ മുംബൈയിൽ വില്ലനാക്കി. നടേശൻ കൊല്ലും പറഞ്ഞാൽ കൊന്നിരിക്കും. ആ ഒരു ഡയലോഗ് പിന്നെ കേരളക്കാരെ ആകെ ഏറ്റു പറയുന്ന രീതിയിലേക്ക്. കാരണം നടേശൻ ഒരു പ്രത്യേകതരം ഒരു വൈബുള്ളൊരു ക്യാരക്ടറായി മാറുകയും അത് ഭയങ്കര ഒരു കരിഷ്മ തരുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസും കൂടിയായിരുന്നു. പിന്നെ അതിനുശേഷം വന്നിരിക്കുന്ന സിനിമകൾ ബാച്ചിലർ പാർട്ടി ആണെങ്കിലും അതിൽ അയ്യപ്പനായിട്ട് വരുന്ന സിനിമയാണ്. നല്ല അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ്. അതിൽ ക്യാരക്ടറാണെങ്കിലും അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഒരു ക്യാരക്ടറൈസേഷൻ ആയിരുന്നു ബാച്ചിലർ പാർട്ടി. എനിക്ക് ഭയങ്കര അതിൽ അയ്യപ്പനായിട്ട് നിൽക്കുന്ന നമ്മുടെ കലാഭവണീൻ്റെ ഒരു ലുക്കൊക്കെ തന്നെ ഒരു വെറൈറ്റി ആയിരുന്നു. പക്ഷേ അത് പിന്നെ അതിനുശേഷം കുറേ അധികം സിനിമകളൊക്കെ വന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു. അദ്ദേഹം പിന്നെ കുറേ നമ്മളൊക്കെ വിട്ടി പിരിയേണ്ട അവസ്ഥയൊക്കെ വന്നു. പക്ഷേ അതിൽ ആ ഒരു മണി എന്ന് പറയുന്ന മണിമാതം ഇല്ലെങ്കിൽ മണിമുഴക്ക് എന്ന് പറയുന്നത് ഇന്നും മലയാളികൾ ഇല്ലെങ്കിൽ ഇന്നും മലയാളി ഏറ്റു പറയുന്നൊരു വാക്ക് തന്നെയാണ്. പക്ഷേ മണിയുടെ നഷ്ടം ഇതുവരെ നമുക്ക് നികത്താനായിട്ടില്ല. ആ നഷ്ടം തന്നെയാണ്. മണിക്ക് തുല്യം മണി മാത്രമാണെന്ന് മണി വീണ്ടും പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തമിഴിലൊക്കെ തന്നെ ഒരുപാട് പ്രശസ്തിയുള്ളൊരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ജെമിനിയിലാണെങ്കിൽ അദ്ദേഹത്തിൽ അഭിനയിച്ചിട്ടുള്ള വിക്രം ഒരു സ്റ്റാറായി മാറിയത് ചിലപ്പോൾ ആ ഒരു സിനിമയിലൂടെ ആയിരിക്കും. ശരിക്കും ആ വില്ലനിസത്തിലൂടെ അൾട്ടിമേറ്റ് ഒരു ഹീറോയിനെ പകരം ഇല്ലെങ്കിൽ ഒരു ഹീറോയിനെയും മുകളിൽ നിൽക്കുന്ന അതിനുശേഷമാണ് തമിഴിലൊരു വില്ലൻ്റെ ഒരു ഹ്യൂമറായി കണക്റ്റഡ് ആയിട്ടുള്ളൊരു വില്ലനിസം വരാൻ വന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു സംഭവമാണ്. എന്തായാലും മണിയുടെ ഈ ഒരു നമ്മളെ വിട്ട് പിരിഞ്ഞ ഒരു നഷ്ടം 10 അല്ല 100 അല്ല 1000 അല്ല, പക്ഷേ ഇതിൽ മണി തന്നെയാണ്. മണി എന്ന് പറയുന്ന വ്യക്തി മലയാളത്തിൻ്റെ സ്വന്തം ചങ്ക് പ്രോയാണ്. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ ഗായ്സ്.